ഒരു കാര്യം പറയാൻ, ട്രംപ് അമേരിക്ക ഭരിക്കുന്നിടത്തോളം കാലം അതൊരു അതൊരു ഭരണം തന്നെയാണ്. അത് ലോകം മുഴുവനും വീക്ഷിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ട്രംപ് ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും. അയാൾ പക്കാ കച്ചവടക്കാരനാണ്. അയാൾക്കറിയാം ആ രാജ്യത്തെ എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ എങ്ങനെ നിലനിർത്തണം. അമേരിക്കൻ ജിയോ പൊളിറ്റിക്സിൽ ലോകത്തെവിടൊക്കെ പ്രാധാന്യം പ്രഷറൈസ് ചെയ്യാൻ സാധിക്കും, അതൊക്കെ ട്രംപ് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയാം. അല്ലാതെ അമേരിക്ക എവിടെയും തോൽക്കുകയൊന്നുമില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷനകത്ത്. കാരണം അമേരിക്കൻ ജനതയുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള പ്രസിഡന്റ് തന്നെയാണ് ഇയാൾ. ബൈഡനെ പോലല്ല, ഒബാമയെ പോലെയല്ല. അപ്പം അത്രമാത്രം പിന്തുണയുണ്ട്. എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുന്നു, അവിടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. അതോടുകൂടി ട്രംപ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്, അയാൾ വീക്കാവുകയല്ല. എല്ലാവർക്കും അറിയാം ഇറാൻ പിടിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല. കാരണം വീണ്ടും അമേരിക്കൻ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുമെന്ന് അറിയാം. ഇപ്പം ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ പല കാര്യങ്ങളും, അതായത് അമേരിക്കൻ പുതിയ ജനത, അതായത് ന്യൂ ജനറേഷൻ്റെ അവരെ തിരിച്ച് സ്പിരിച്വലിലോട്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ജനപ്രീതിയുണ്ട് അമേരിക്കയിൽ. അതായത് കൂടുതൽ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ അടുത്ത റിപ്പബ്ലിക്കൻ കയറി വരും. അപ്പം എന്നേക്കുമായിട്ട് ഡെമോക്രാറ്റ്സ് ഇല്ലാതാകും. അതാണ് ഞാൻ പറഞ്ഞ പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ട്രംപ് ഇവരുടെ ഒക്കെ ശത്രുവാണ്. ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ ചൈന ഉൾപ്പെടെ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുവാണ് ട്രംപ്. അപ്പോൾ ഏതെങ്കിലും രീതി അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ചെന്ന് ട്രംപിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വഴികളാണ് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റ് എടുത്ത് ഇനി അറ്റംപ്റ്റ് നടക്കാം. പക്ഷേ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും നമ്മൾ കാണാൻ സാധിക്കുന്നത് ട്രംപ് ഏറ്റവും ശക്തനാവുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പുറകിലുള്ള സംഭവം. അതായത് ഈ അടുത്ത സമയത്ത് ഞാനൊരു ഒരു റിലീജിയസ് വീക്കിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ട്രംപിൻ്റെ ഓരോ ഡിസിഷനും ഈ പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് തീരുമാനമെടുക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട.